നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വഖഫ് ഭേദഗതി നിയമത്തിൽ വിശദമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയം അനുവദിച്ച സുപ്രീം കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ തൽസ്ഥിതി തുടരണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. കേന്ദ്ര വഖഫ് കൌൺസിലിലേക്കും സംസ്ഥാന വഖഫ് ബോർഡുകളിലേക്കും മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞു. കേസ് അടുത്ത മാസം 5-ന് വീണ്ടും പരിഗണിക്കും. വഖഫ് ഭേദഗതി നിയമത്തിൽ രേഖാമൂലം നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. നിയമം സ്റ്റേ ചെയ്യരുതെന്നും വഖഫ് വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഈ ഒരാഴ്ച കാലയളവിൽ വഖഫ് കൌൺസിലുകളിലേക്കോ ബോർഡുകളിലേക്കോ നിയമനം നടത്തിയാൽ അത് അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരുത്തില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. കേസുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ പശ്ചാത്തലം പരിഗണിക്കണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. നിയമം സ്റ്റേ ചെയ്യണമെന്നില്ല, എന്നാൽ തൽസ്ഥിതി മാറരുതെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ മറുപടി പുനഃപരിശോധിക്കാൻ ഹർജിക്കാർക്ക് 5 ദിവസത്തെ സമയം അനുവദിക്കും. ശേഷം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മുന്നിലെത്തിയ എല്ലാ ഹർജികളിലും വാദം പറ്റില്ലെന്ന് അറിയിച്ച കോടതി 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കാമെന്ന് വ്യക്തമാക്കി. മറ്റ് ഹർജികൾ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും. മെയ് 5-ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കും. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിലെ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിനെ സ്വാഗതം ചെയ്ത് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJP-ക്കേറ്റ തിരിച്ചടിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇന്ത്യ മുന്നണി ഉയർത്തിയ ആശങ്കകൾ ശരിവെക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകാൻ സുപ്രീം കോടതി 7 ദിവസത്തെ സമയം അനുവദിച്ചെങ്കിലും നിലവിലെ വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശം BJP-ക്കേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് പ്രതിപക്ഷം വിലയിരുത്തുന്നത്. വഖഫ് ഭേദഗതി നിയമത്തിന് പ്രസക്തിയില്ലെന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സുപ്രീം കോടതി തന്നെ അത് വളരെ ഗൗരവത്തിലെടുത്തു എന്നുള്ളതാണ് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമെന്നുള്ളത്. ഇപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു തീരുമാനത്തിൽ നിന്ന് മാറേണ്ടി വന്നു എന്നുള്ളതും നമുക്ക് ഒരു പ്രത്യാശ നൽകുന്ന ഒന്നാണ്. സുപ്രീം കോടതിയുടേത് ശ്രദ്ധേയമായ വിധിയെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ന്യൂനപക്ഷ വിരുദ്ധത അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJP-ക്കേറ്റ തിരിച്ചടിയാണ് ഇടക്കാല വിധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ന്യൂനപക്ഷാവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിൻ്റെ മേൽ RSSൻ്റെയും BJP-യുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJP-ക്ക് തുടരെ കിട്ടുന്ന അടിയാണത്. വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പാർലമെന്റിനടുത്ത് പോലും സപ്രസ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങൾ ഒരു വിശാലമായ ചർച്ചയ്ക്ക് സുപ്രീം കോടതി വഴിയൊരുക്കി എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. സുപ്രീം കോടതി വിധി ഉയർത്തി മുനമ്പം വിഷയത്തിലടക്കം BJP-യെ പ്രതിരോധിക്കാനാണ് UDF LDF മുന്നണികളുടെ നീക്കം. ന്യൂസ് ഡെസ്ക് 24. മുനമ്പം ഭൂമി തർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ബിഷപ്പുമാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ആവർത്തിച്ച് BJP. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്ന് K മുരളീധരന്റെ പരിഹാസം. വഖഫ് നിയമ ഭേദഗതിക്ക് പിന്നാലെ മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പോര് കടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും. എന്നാൽ വിഷയത്തിൽ ചർച്ച ചെയ്ത് പരിഹാരം വൈകിപ്പിക്കാമല്ലോ എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. ചർച്ച എന്ന് പറഞ്ഞ അനന്തമായി നീട്ടാവുന്ന മറ്റൊരു വഴിയും ആണല്ലോ, അതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകം തന്നെ തീരുമാനിക്കാമായിരുന്നു.
അതിനിടെ മുനമ്പം നിവാസികൾക്ക് നീതി നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന നിലപാട് ആവർത്തിച്ച് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. അവർക്ക് ആവശ്യം നീതിയാണ്. നീതി ലഭിക്കേണ്ടത് നീതിന്യായ പീഠത്തിൽ നിന്നാണ്. അവർക്ക് റവന്യൂ അധികാരങ്ങൾ വിട്ടുകൊടുക്കണം, ഉണ്ടാക്കി കൊടുക്കണം. റവന്യൂ അധികാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ആർക്കാണ്? അത് കേരള ഗവൺമെൻറ്റിനാണ്. നിയമവകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കിരൺ റിജിജു പറഞ്ഞു, അത് റവന്യൂ അധികാരങ്ങൾ അവർക്ക് നേടിയെടുത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ മുനമ്പം സന്ദർശനം വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെയാണെന്നായിരുന്നു കെ മുരളീധരന്റെ പരിഹാസം. മുനമ്പം പ്രശ്നം സമാധാനപരമായി പരിഹരിക്കാനുള്ള ശ്രമത്തെ തടസ്സപ്പെടുത്താനുള്ള ഇടപെടലാണ് ചിലർ നടത്തുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടൽ ജനാലയുടെ ചാടി അതിസാഹസികമായി ഇറങ്ങിയോടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഷൈൻ ഹോട്ടലിൽ നിന്ന് പുറത്തു കടക്കുന്ന ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സിനിമാ രംഗങ്ങളെ വെല്ലുന്ന പ്രകടനമായിരുന്നു പോലീസ് പരിശോധനയ്ക്കിടെ താരം നടത്തിയത്. ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. മലയാള സിനിമയ്ക്കിത് നാണക്കേടിന്റെ ദിവസം. ലഹരി പരിശോധനയ്ക്കായി ഹോട്ടൽ മുറിയിലേക്ക് പോലീസ് എത്തിയപ്പോൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ ജനല് വഴി ഓടി രക്ഷപ്പെട്ടു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു രക്ഷപ്പെടൽ. കോമഡി ആക്ഷൻ സിനിമകളെ വെല്ലുന്ന നാടകീയതയാണ് ഇന്നലെ PGS വേദാന്ത ഹോട്ടലിൽ നടന്നത്. കഴിഞ്ഞ 5 ദിവസമായി ഷൈൻ ടോം ചാക്കോയെ നിരീക്ഷിച്ചു വരികയായിരുന്നു കൊച്ചി ഡാൻസ് ഓഫ്. ഇന്നലെ രാവിലെ 5:30 ഷൈൻ ഈ ഹോട്ടലിൽ മുറിയെടുത്തത്. 314 റൂമിലേക്ക് 10:50 കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് എത്തുന്നു എന്ന വിവരം കണ്ട ഷൈൻ ടോം ചാക്കോ ആ റൂമിലെ ജനല് വഴി പുറത്തേക്ക് ചാടി. 3-ാം നിലയിലായിരുന്നു റൂം. 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലുള്ള സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലേക്ക് ചാടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഷീറ്റ് അടക്കം ഒടിഞ്ഞു പോകുന്നു. പിന്നീട് അവിടെ നിന്ന് റിസപ്ഷൻ വഴി പുറത്തേക്ക് ഓടുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഷൈൻ ടോം ചാക്കോക്കൊപ്പം 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. പാലക്കാട് സ്വദേശിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഷൈൻ ടോം ചാക്കോ എടുത്ത മുറിയിൽ ലഹരി ഉപയോഗമുണ്ട് എന്നറിഞ്ഞ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസ് ഓഫ് പരിശോധന. അങ്ങോട്ടേക്ക് ഡാൻസ് ഓഫ് എത്തിയപ്പോൾ ഷൈൻ ഓടിക്കളഞ്ഞെങ്കിലും സുഹൃത്ത് ആ മുറിയിലുണ്ടായിരുന്നു. സുഹൃത്തിനെ വിശദമായി പരിശോധിച്ചു. പക്ഷേ രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ല. എന്നാൽ പോലീസ് സംശയിക്കുന്നത് ഷൈന്റെ പക്കൽ ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നെന്നും ഇത് മറക്കുന്നതിനു വേണ്ടി ഷൈൻ ഓടി രക്ഷപ്പെട്ടുവെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ സമാനമായ നീക്കമാണ് എറണാകുളത്തെ ഈ സ്വകാര്യ ഹോട്ടലിലും നടത്തിയത്. രാസലഹരി സാന്നിധ്യം കണ്ടെത്താനായില്ലെങ്കിലും നടന്റെ കള്ളി വെളിച്ചത്താക്കാൻ ഡാൻസ് ഓഫ് സംഘത്തിനായിട്ടുണ്ട്. എന്തിന് ഷൈൻ ഓടി എന്ന ചോദ്യം അവിടെ ബാക്കിയായി നിൽക്കുന്നു. അതിന് മറുപടി പറയേണ്ടത് ഷൈൻ ടോം ചാക്കോയാണ്. സിനിമാ സംഘടനകളടക്കം ഷൈനെതിരെ രംഗത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികളും സിനിമകളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സാധ്യതയും വിലക്കടക്കമുള്ള സാധ്യതയുമുണ്ട്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. ലഹരി ഉപയോഗിച്ച ശേഷം മോശമായി പെരുമാറിയെന്ന് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി അലോഷ്യസിന്റെ പരാതി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് നടി പരാതി നൽകിയത്. നടിയുടെ വെളിപ്പെടുത്തലിൽ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ എക്സൈസും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. നടനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുമെന്ന നിലപാടിലാണ് പോലീസ്. സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഷൈൻ ലഹരി ഉപയോഗിച്ചെന്നാണ് നടി വിൻസി അലോഷ്യസിന്റെ പരാതി. നടനിൽ നിന്ന് നേരിട്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള നിലപാട്. കർശന നടപടി വേണമെന്ന് വിൻസി അലോഷ്യസ് 24നോട്. എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ? മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. വിൻസിക്കൊപ്പം സൂത്രവാക്യം സിനിമയിൽ അഭിനയിച്ച സഹനടൻ സുഭാഷ് പോണോളിയും ഷൈന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നതായി 24നോട് പറഞ്ഞു. നിൽക്കണോടത്ത് നിന്ന് ഇങ്ങനെ ഒക്കെ കാണിച്ച് ഓരോ ഗോഷ്ഠികൾ കാണിക്കുക. നമ്മൾ സാധാരണ മനുഷ്യർ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ കാണിക്കുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വരുന്ന ഒരാളുടെ അടുത്തുനിന്ന് മൊബൈൽ മേടിച്ച് നമ്മൾ മുകളിലിടില്ല, ഇത് വീണ് പൊട്ടിപ്പോകുന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? അങ്ങനെയില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഓടി കയറുക, ചാടി കയറുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നു ആൾ ഫുള്ള്.
നടിയുടെ വെളിപ്പെടുത്തൽ നിസ്സാരമായി കാണുന്നില്ലെന്ന് എക്സൈസ് മന്ത്രി എം. രാജേഷ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് നടിയിൽ നിന്ന് വിവരങ്ങൾ തേടും. അതേസമയം ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഷൈൻ ലഹരിയുമായി കടന്നു കളഞ്ഞതാണോ എന്ന സംശയ ദൂരീകരണമാണ് ലക്ഷ്യം. ഹോട്ടലിൽ നിന്ന് പോയ ശേഷം താൻ എവിടെയെന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച നടൻ ഷൈൻ ടോം ചാക്കോ രംഗത്തെത്തി. ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചാണ് പരിഹാസം. ഇതുവരെ കേസെടുത്തിട്ടില്ലെങ്കിലും വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിനും എക്സൈസിനും മറുപടി നൽകേണ്ടി വരും. ആ മറുപടി തൃപ്തികരമല്ലെങ്കിൽ കൂടുതൽ നടപടി നേരിടേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം വിഷ്ണു സുരേഷ്, 24. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടപടിക്കൊരുങ്ങി സിനിമാ സംഘടനകൾ. പരാതി അന്വേഷിക്കാൻ 3-അംഗ കമ്മീഷനെ നിയോഗിച്ച അമ്മ നടനെതിരെ കടുത്ത നടപടിയെന്ന് ഫിലിം ചേംബർ വ്യക്തമാക്കി. നടൻ ഷൈൻ ടോം ചാക്കോ ഇറങ്ങി ഓടിയത് റൺ കൊച്ചി റണ്ണിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്നായിരുന്നു സഹോദരന്റെ പ്രതികരണം. നടി വിൻസി അലോഷ്യസ് സമൂഹ മാധ്യമത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളെ രേഖാമൂലം പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നതായിരുന്നു സിനിമാ സംഘടനകളുടെ നിലപാട്. ഇമെയിൽ മുഖേന പരാതി ലഭിച്ചതോടെ വിനു മോഹൻ, സരയു, അൻസിബ ഹസൻ എന്നിവരെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ അന്വേഷണത്തിന് നിയോഗിച്ചു. വിൻസിയുമായി നേരിട്ട് സംസാരിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അമ്മ വ്യക്തമാക്കി. എല്ലാവിധ സഹായങ്ങളും എല്ലാവിധ സപ്പോർട്ടും വിൻസിക്ക് ഞങ്ങൾ എല്ലാവരും നൽകിയിട്ടുണ്ട്. വിൻസിയുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ. പരാതിയിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം. ലഹരി ഉപയോഗിച്ചിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവരെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട്. ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. അതിനകത്തുനിന്ന് ഇയാൾ എന്നേക്കുമായിട്ടുള്ളതല്ല, മറിച്ച് നന്നാകാനൊരു അവസരം കൊടുക്കും. ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ. പുതുതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലിയേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയതിൽ ഒരു തെറ്റുമില്ലെന്ന് ഷൈൻ ടോം ചാക്കോയുടെ സഹോദരൻ ജോൺ ചാക്കോ. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ മാരത്തോണൊക്കെ നടക്കാറുണ്ട്. ഇവിടെ മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു? അല്ല, ആരുടെ പരാതിയാണ്? എന്നോട് പറഞ്ഞിട്ടില്ല പരാതി. പരാതിക്ക് പിന്നാലെ വിൻസി അലോഷ്യസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി. മോശം പെരുമാറ്റത്തെ എതിർത്ത വിൻസി അലോഷ്യസിന്റെ നടപടി അഭിവാദ്യങ്ങളോടെ സ്വീകരിക്കുമെന്നായിരുന്നു WCCയുടെ പ്രതികരണം. 24 കൊച്ചി. നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ പുലർച്ചെ 3 മണിക്ക് കഞ്ചാവ് കിട്ടണമെന്ന് നിരന്തരമായി നിർബന്ധിച്ചുവെന്നും ചിത്രീകരണത്തിന്റെ പല സമയങ്ങളിലും എത്തിയിരുന്നില്ലെന്നും ഹസീബ് മലബാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആരോപണം. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ശ്രീനാഥ് ഭാസി തുടർച്ചയായി കഞ്ചാവ് ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം. രാത്രി 3 മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുമുണ്ട്. പേര് ശ്രീനാഥ് ഭാസി എന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ്. 35 ദിവസം കൊണ്ട് തീർക്കേണ്ട ചിത്രീകരണം അവസാനിച്ചത് 120 ദിവസത്തിന് ശേഷമെന്നും ഹസീബ് മലബാർ. രാത്രി ഒരു ദിവസം ഇതേപോലെ ലഹരി വേണമെന്ന് പറഞ്ഞ് എന്റെ കൂടെയുള്ള ആളെ അവിടെ വിളിച്ചു പറഞ്ഞു. ഒരു 2:45 ആയപ്പം കഞ്ചാവ് കിട്ടിയേ പറ്റുള്ളൂ. എന്നെ വിളിച്ചു, എന്റെ കൂടെ നിൽക്കുന്ന പയ്യൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, നീ ഒരു പണി പിണക്കണ്ട, പിണക്കാവുന്ന നാളെ വരില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വിളിക്കുക, ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഞാൻ കുറെ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അതുപോലെ അത് ഡീൽ ചെയ്തു. തോന്നും പോലെയാണ് ഷൂട്ടിങ്ങിന് എത്തിയിരുന്നത്. ലഹരി ഉപയോഗം സിനിമാ ചിത്രീകരണത്തെ മോശമായി ബാധിച്ചു. തന്റെ സിനിമയ്ക്ക് കളങ്കമുണ്ടാകുമോ എന്ന് ഭയന്നാണ് ഇതുവരെ പരാതി നൽകാതിരുന്നത്. അണിയറ പ്രവർത്തകരുമായി കൂടിയാലോചിച്ചതിനു ശേഷം അമ്മ ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് പരാതി നൽകാനാണ് തീരുമാനമെന്നും ഹസീബ് മലബാർ. വിഷയത്തിൽ നടൻ ശ്രീനാഥ് ഭാസി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ ചർച്ചയാകുന്നതിനിടയിലാണ് ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 24 കൊച്ചി. 24 പൂർണ്ണമാകുന്നു. നമസ്കാരം.